ആദ്യാനുരാഗം. രചന ദി മാജിക്കൽ റൈറ്റർ. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. സമയം ഏകദേശം രാത്രി 10 മണിയായിട്ടുണ്ട്. ഒരു തണുത്ത കാറ്റ് വീശുന്നുണ്ട്. മഴ പെയ്യാനുള്ള ലക്ഷണമാണെന്ന് തോന്നുന്നു. എൻ്റെ പേര് ജിയോ. ഇപ്പോൾ ജോബിനുള്ള ഒരു ടെസ്റ്റ് കഴിഞ്ഞ് വരുന്നു. ടെസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ റിസൾട്ട് നോക്കേണ്ട ആവശ്യമില്ല. PG കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞു. ഇതുവരെ ജോലിയൊന്നും ആയില്ല. അല്ല, ഇതുവരെ ആത്മാർത്ഥമായി ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടില്ല. വീട്ടിൽ അത്യാവശ്യം പൈസയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ചെറിയൊരു മ്യൂസിക് ബാൻഡിൽ പാട്ടൊക്കെ പാടി നൈസായിട്ട് അങ്ങ് പോകുന്നു. മഴ പെയ്തു. കയറിയിരിക്കാനും സ്ഥലം കാണുന്നില്ലല്ലോ. ജിയോ ബുള്ളറ്റിന്റെ സ്പീഡ് കൂട്ടി. അത്യാവശ്യം നനഞ്ഞു തുടങ്ങിയിരുന്നു. ഭാഗ്യം, ഒരു കോഫി ഷോപ്പല്ലേ അത്, അവിടെ കയറാം. ജിയോ വണ്ടി ഒരു സൈഡിലേക്ക് വെച്ച് ഓടി കടയിലേക്ക് കയറി ഒരു കട്ടൻ ചായ പറഞ്ഞു. എന്നിട്ടൊരു ടേബിളിൽ ഇരുന്നു. കണ്ടിട്ട് മഴ കുറയുന്ന ലക്ഷണമല്ല. നനഞ്ഞങ്ങ് പോയാലോ? അല്ലേ വേണ്ട, ചെന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. സർ, ടീ? താങ്ക്സ്. ജിയോ ചായ കയ്യിലെടുത്ത് മെല്ലെ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കി. നല്ല മഴ. സ്ട്രീറ്റ് ലൈറ്റിന്റെ മഞ്ഞ വെളിച്ചത്തിൽ മഴത്തുള്ളികൾ വീഴുന്ന കാണാൻ നല്ല ഭംഗി. ജിയോ ചൂട് ചായ എടുത്ത് മെല്ലെ കുടിച്ചു. അല്ലെങ്കിലും രാത്രി ബൈക്കിൽ വരുമ്പോൾ മഴയത്ത് കയറുന്ന ഒരു കട്ടൻ ചായ കുടിക്കുന്ന ഒരു പ്രത്യേക ഫീലാണ്. ജിയോ പുറത്തേക്ക് നോക്കി മഴ ആസ്വദിച്ച് മെല്ലെ ചായ കുടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു കാർ വന്ന് കോഫി ഷോപ്പിന്റെ ഫ്രണ്ടിൽ നിർത്തി. കാറിനുള്ളിൽ നിന്നൊരു കുട നിവർന്നു. പതിയെ കാറിൽ നിന്നൊരു പെൺകുട്ടി ഇറങ്ങി വന്നു. പാറി നടക്കുന്ന മുടിയുള്ള തിളക്കമുള്ള കണ്ണുകളുള്ള ഒരു പെണ്ണ്. കണ്ണെടുക്കാതെ അവൻ അവളെ നോക്കി നിന്നു. അവൾ മെല്ലെ കോഫി ഷോപ്പിനുള്ളിലേക്ക് വന്നു. അവന്റെ അടുത്തൂടെ ഉള്ളിലേക്ക് നടന്നു. അവൾ അടുത്തൂടെ പോയപ്പോൾ ലാവണ്ടറിന്റെ സുഗന്ധം അവൻ അനുഭവപ്പെട്ടു. അവൾ ഒരു ടേബിളിനടുത്തേക്ക് നടന്നു. പെട്ടെന്ന് ധൃതിയിൽ വന്ന ഒരു സപ്ലൈയുടെ കാല് തെന്നിപ്പോയി. അയാളുടെ കയ്യിൽ നിന്ന് ഫുഡ് അവളെ ദേഹത്ത് വീണു. അയാളുടെ കൈയും കാലും വിറച്ചു. സോറി മാഡം, കണ്ടില്ല, പെട്ടെന്ന് വന്നപ്പോ സോറി, അയാൾ വിറയിലൂടെ പറഞ്ഞു. ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട, സാരമില്ല, അറിഞ്ഞോണ്ടല്ലോ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വാഷ്റൂം എവിടെയാ? അവിടെയാണ് മാഡം. അവൾ വാഷ്റൂമിലേക്ക് പോയി. ജിയോക്ക് അവളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. മുഖത്തിന്റെ മാത്രമല്ല, അവളുടെ മനസ്സിന്റെ സൗന്ദര്യം അവനേറെ ആകർഷിച്ചു. അവൾ വാഷ്റൂമിൽ നിന്ന് തിരിച്ചു വന്ന ഒരു ടേബിളിൽ ഇരുന്നു. മാഡം, എന്താ വേണ്ടത്? ടീ, പാല് കുറച്ച്, വിത്തൗട്ട് ഷുഗർ. ഓക്കെ മാഡം. മോളെ ഇപ്പൊ കാണാറില്ലല്ലോ. ഇപ്പൊ കുറച്ച് തിരക്കാ ചേട്ടാ. അപ്പൊ ഇവള് ഇവിടെ ഇടയ്ക്ക് വരുന്നതാവും. ഈ ചേട്ടനെ മുട്ടിയവളുടെ ഡീറ്റെയിൽസ് അറിയാം. സപ്ലൈർ ആ പെൺകുട്ടിക്ക് ചായ കൊണ്ടുവന്ന് കൊടുത്തു. അവൾ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. പുഞ്ചിരിയോടെ തന്നെ അവൾ ആ ചായ കുടിച്ചു. ഇവള് ചായ കുടിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗി. ചേട്ടാ, ഒരു ചായ കൂടെ. അവരിടം കണ്ടിട്ട് വീണ്ടും അവളെ മെല്ലെ നോക്കി. ID കാർഡൊക്കെ ഉണ്ടല്ലോ, ജോലിക്കാരിയാണ് തോന്നുന്നു. ഡാർക്ക്. സർ, ടീ? അത് ചേട്ടാ, ഇത് പാൽ ചായ ആണല്ലോ, എനിക്ക് ബ്ലാക്ക് ടീയാണ് വേണ്ടത്. സർ, അത് എടുത്ത് പറയാത്തോണ്ട് നോ പ്രോബ്ലം, ഇത് ഞാൻ പേ ചെയ്തോളാം. ഒരു ബ്ലാക്ക് ടീ വേറെ എടുത്തോ, ഞാൻ പാൽ കുടിക്കില്ല, അതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല സർ, ഞാൻ മാറ്റിത്തരാം. അവൾ ചായ കുടിച്ച് മെല്ലെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഇനിയും കാണണമെന്ന ആഗ്രഹത്തോടെ അവൻ വീണ്ടും അവളെ നോക്കി. സർ, ബ്ലാക്ക് ടീ? താങ്ക്സ്. സപ്ലൈ ടീ കൊടുത്തിട്ട് തിരിഞ്ഞടന്നു. മഴ മാറി. ജിയോ അവിടെ നിന്ന് ഇറങ്ങി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആരായിരിക്കും അവൾ? അവളെക്കുറിച്ച് തന്നെ അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. വണ്ടി കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയി. വീണ്ടും ഒരു മഴക്കുള്ള ലക്ഷണമാണ്. പതിയെ മഴത്തുള്ളികൾ അവന്റെ മുഖത്ത് പതിഞ്ഞു. മഴയെ കാര്യമാക്കാതെ അവൻ മഴ ആസ്വദിച്ച് വണ്ടി ഓടിച്ചു. പിറ്റേ ദിവസം രാവിലെ ജിയോയുടെ അമ്മ, നിന്റെ ഇന്നലത്തെ ഇന്റർവ്യൂ എന്തായി? എന്താ അമ്മ, രാവിലെ ഒന്നും ഉറങ്ങാനും സമ്മതിക്കില്ലേ? പൊന്നുമോനെ ഉറങ്ങിക്കോ, സമയം 10 ആയുള്ളൂ, നേരം വെളുത്തില്ലല്ലോ. അമ്മ ക്ലീഷ ഡയലോഗ് പറയാണ്ട് പോവാമ്മ. നിനക്ക് ചായ വേണോ? പാല് കുറച്ചു, വിത്തൗട്ട് ഷുഗർ. പാലോ? അതിന് നീ പാല് കുടിക്കില്ലല്ലോ. ജിയോ ബെഡിൽ നിന്ന് ചാടി എണീറ്റു. ഞാനിപ്പോ എന്താ പറഞ്ഞമ്മേ? അത് ശരി, ഇന്നലെ നീ വൈകി വന്നപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്ത്? ഇന്നലെ ബോധമില്ലാതെടാ വന്ന് കിടന്ന്. ഇപ്പൊ പറഞ്ഞിട്ട് എന്താണെന്ന് വരെ മറന്നുപോയി. എന്നിട്ട് നീ ബൈക്ക് ഓടിച്ചില്ല വന്ന്? പാല് കുറച്ച് വിത്തൗട്ട് ഷുഗർ, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേ? നിനക്ക് എന്താടാ പറ്റിയേ? ഒന്നുമില്ലമ്മ, തലവേദനിക്കുന്നു. ചായതാ. മുടിയും വെട്ടിയില്ല, താണിയും വെട്ടിയില്ല, ഫുൾ ടൈം മൊബൈലും. വെറുതെ അല്ല തലവേദന എടുക്കുന്നേ. എന്റെ പൊന്നോ, ഞാൻ വെറുതെ പറഞ്ഞാ. നീ എനിക്കൊന്ന് ടൗൺ വരെ പോകണം, കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അമ്മ ജിയെ വിളിച്ചുകൊണ്ട് പോ. അവളിവിടെ വെറുതെ ഇരിക്കുമല്ലേ, അവൾക്ക് കാർ ഓടിക്കാൻ ഇഷ്ടമാണ്. ഏടാ, ജിയയുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവള് പിന്നെ എങ്ങനെയാ വരിക? അമ്മയെ ജിയല്ല, ജിയക്കുട്ടി. ജിയോ ചാടി എഴുന്നിട്ട് താഴേക്ക് എന്നു. ജിയ മോളെ. എന്താ ചേട്ടാ പതിയില്ലാത്തൊരു സ്നേഹം? എന്തോ കള്ളത്തരണ്ടല്ലോ. എന്ത് കള്ളത്തരം? നീ ഒന്ന് മെലിഞ്ഞോടി. മുഖത്തൊരു പാണ്. ബ്യൂട്ടി പാർലർ പോയില്ലേ? അമ്മ വല്ലതും പറഞ്ഞോ? നിന്റെ ചേട്ട എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടടാ ചേട്ടാ. മോൻ അമ്മയുടെ കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോ. അത് നിന്റെ ഫ്രണ്ട്സ് വരുമ്പോ എന്നെ കണ്ടില്ലെങ്കിൽ വിഷമാവില്ലേടി? അയ്യോ, ഒരു വിഷമമില്ല, മോ പൊക്കോ. അല്ലെങ്കിലും നിന്റെ കുറെ ജാട ഫ്രണ്ട്സ് എനിക്ക് കാണണ്ട. അമ്മ, വിത്തിൻ 20 മിനിറ്റ്സ് ഞാൻ റെഡിയാവും. നമുക്ക് സൂപ്പർ മാർക്കറ്റ് റൈഡ് പോകണ്ടേ? ഷാർപ്പ് 20 മിനിറ്റ്സ്. ഓക്കെ, പോടെടുക്കാം. ഞാൻ എന്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇഷ്ടമുള്ള പറഞ്ഞു. അപ്പൊ വന്നോണം. ജിയെ ചിരിച്ചു. നീ എന്തിനാണ് ഇപ്പൊ ചിരിച്ച്?
എനിക്കൊന്ന് ചിരിച്ചൂടെ? അമ്മ ഇവളെന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകുന്ന നല്ലത്. ഇല്ല ഇവിടെ എന്തെങ്കിലും നടക്കും. വേണ്ട മോനെ, വെറുതെ അവളുടെ കൈക്ക് പണി ഉണ്ടാക്കണ്ട. ചെറുപ്പത്തിൽ നീ അവളുടെ എന്തോ സാധനം തല്ലിപ്പൊട്ടിച്ചേന് അവൾ നിന്റെ തലക്ക് കല്ല് വെച്ചെറിഞ്ഞ് 2 സ്റ്റിച്ചായിരുന്നു. എന്റെ മോനെ, അത് ഓർക്കുമ്പോ എനിക്ക് ഇപ്പോഴും ചിരി നിർത്താൻ പറ്റുന്നില്ല. അമ്മ പോടാ ഡീ നിറങ്ങാൻ വെച്ചിട്ടുണ്ട്. ഡാ നിന്റെ ഫോൺ അടിക്കുന്നു. ജിയോ റൂമിൽ ചെന്ന് ഫോൺ എടുത്തു. ഡാ വൈകിടുന്ന പരിപാടി ഇതുവരെ ഒന്നും സെറ്റായില്ലടാ, വേണേ സെറ്റാക്കാം. അതല്ലടാ, എനിക്കൊരു സ്ഥലം വരെ പോണം, നീ കൂടെ വാ. അതായിരുന്നോ? ഓക്കെ മേ, വൈകിട്ട് കാണാം. അരുണിന്റെ വീട്. ഡാ നീ എന്താ കാണുന്നു പറഞ്ഞേ? എവിടെ പോവാനാ? ഡാ ഇവിടെ അടുത്തൊരു ലൈബ്രറി ഉണ്ട്, അവിടെ വരെ പോവാനാ. ലൈബ്രറിയോ? ഒന്ന് പോയടാ. ഇപ്പൊ ആരെ ലൈബ്രറിയിലൊക്കെ പോണേ? നീ വല്ല കിൻഡലിൽ നോക്ക്. എടാ ഇതെന്റെ റിസർച്ചിന് അത്യാവശ്യമായോണ്ടാ. ഓ അവന്റെ റിസർച്ച് നീ മേലാണ്ട് വീട്ടിൽ കയറിക്കരുത്. നീ വീട്ടിൽ വന്നിട്ട് പോയാൽ പിന്നെ അമ്മയുടെ ഉപദേശം തുടങ്ങും. നിന്നെ കണ്ടുപിടിയെന്ന്. അവൻ വെള്ളം അടിക്കൂല, ആ സമയത്ത് വീട്ടിൽ വരും. എന്താ ചെയ്യാ, എല്ലായിടത്തും എനിക്കൊരു നല്ല ഉണ്ണി ഇമേജായി പോയി. മോനെ നിന്റെ തനി സ്വഭാവം ഞങ്ങൾക്ക് അറിയും. 2 അടിച്ചാ പിന്നെ നീ കിടന്ന് കാണിക്കുന്നു. എന്റെ പൊന്നോ. അപ്പൊ അതൊക്കെ അമ്മ അപ്പുറത്തുണ്ട്. ഓഹോ അമ്മ അറിയട്ടെ, നീ മാനി, ഞാനൊക്കെ വെറും ലോക്കൽ അല്ലേ. അളിയ നീ അത് വിട്, നീ ലൈബ്രറി വരെ വാടാ. വൈകിട്ട് പരിപാടി ഞാൻ സെറ്റാക്കാം. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ വാ. ജിയോ ബുള്ളറ്റ് എടുത്ത് അരുണിനെയും കൂടി ലൈബ്രറിയിലേക്ക് പോയി. ഞാനിന്നൊരു പെങ്കൊച്ചിനെ കണ്ടു. ഏത് പെങ്കൊച്ച്? ഇന്നലെ കോഫി ഷോപ്പിൽ വെച്ച്. എന്റെ മോനെ കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നിയില്ല. അതുപോലൊരു കൊച്ച്. മോനെ പണ്ട് നീ ദിവ്യയെ കണ്ടപ്പോഴേ നീ ഇങ്ങനെ എന്തോ പറഞ്ഞായിരുന്നല്ലോ. ഡാ ഇത് അതുപോലെ അല്ല. അവളിപ്പോ ഓസ്ട്രേലിയയിലല്ലേടാ. അതും പറഞ്ഞ അരുൺ ജിയോയെ ഇടം കണ്ടിട്ട് നോക്കി. ഡാ ഇതാ ലൈബ്രറി, പോയിട്ടോ, എന്നോട് കാണാം. ഓക്കേടാ. ജിയോ അടുത്തുള്ള ഒരു കടയിൽ കയറി. എന്താ മോനെ വേണ്ടേ? ചേട്ടാ ഒരു ചായ, പാൽ കുറച്ച് വിത്തൗട്ട് ഷുഗർ. ശരി. ജിയോ മൊബൈൽ എടുത്ത് റീൽസ് കണ്ടുകൊണ്ടിരുന്നു. ദാ ചായ. അദ്ദേഹം ചായ കൊടുത്തിട്ട് പോയി. അയ്യോ ഇത് പാൽ ചായ ആണല്ലോ. ഇന്നലെ തൊട്ട് എന്നെ നാക്കിൽ ചായ എന്ന് കിട്ട ഇതേ വരും. ഇനി മാറ്റി പറയണ്ട, കുടിച്ചു നോക്കാം. ജിയോ മല്ലേ ചായ കുടിച്ചു. എത്ര കേട്ടോ? ഒരു ചായ മാത്രമല്ലേ മോനെ, 12 രൂപ. മോളെ കേട്ട് പരിചയമുള്ള ശബ്ദം കേട്ട് ജിയോ തിരിഞ്ഞു നോക്കി. എന്റെ പൊന്നെ, ഇതവളല്ലേ? ചായ കുടിക്കാൻ പോകുന്നിടത്തൊക്കെ ഇവളുണ്ടല്ലോ. പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി. ജിയോയും പൈസ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അവള് ലൈബ്രറിയിലേക്കാണല്ലോ. വീണ്ടും ടാർക്ക്. ജിയോയും അവൾക്കൊപ്പം ലൈബ്രറിയിലേക്ക് കയറി. എന്നാ മോനെ ബോറടിച്ചോ? ഡാരുണേ, ഞാൻ പറഞ്ഞ പെങ്കുച്ചി ഇവിടെ ഉണ്ട്. ദാ ആ റൈറ്റ് സൈഡിൽ ലാവൻഡർ കളർ ഡ്രസ്സ്. ഏത്? അരുൺ തിരിഞ്ഞു നോക്കി. ഡാ അങ്ങനെ നോക്കല്ലേ, നൈസായിട്ട് നോക്ക്. ആഹാ കൊള്ളാരോടോ കൊച്ച്. നീ ഒരു ബുക്കിംഗ് എടുത്തേ. ജിയോ ഒരു ബുക്ക് എടുത്ത് അവിടെ ഇരിക്കുന്ന ടേബിളിന്റെ ഓപ്പോസിറ്റ് പോയിരുന്നു. അവൻ ബുക്ക് വായിക്കുന്ന പോലെ അഭിനയിച്ച് അവൾ തന്നെ നോക്കിയിരുന്നു. അവൾ ഇടയ്ക്കൊന്ന് ബുക്കിൽ നിന്ന് തല ഉയർത്തി നോക്കി. അപ്പോഴേക്കും അരുൺ അവന്റെ അടുത്ത് വന്നിരുന്നു. എന്റെ മോനെ, ഇത് കണ്ണട, ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ജിയോ മെല്ലെ പറഞ്ഞു. എന്ത് പ്രത്യേകത? സാധാ തന്നെയല്ലേ. നീ എണീക്ക്, അവിടെ പോയി എന്താന്ന് വെച്ചാൽ നോക്ക്. അവൻ വീണ്ടും അവളെ കണ്ണിൽ തന്നെ നോക്കിയിരുന്നു. സമയം കടന്നുപോയി. അവൾ മെല്ലെ എഴുന്നേറ്റ് ബുക്ക് തിരിച്ചു വെച്ച് പുറത്തേക്ക് നടന്നു. അവന് മെല്ലെ എഴുന്നേറ്റു. അവൾ പുറത്തു നിന്ന് കാറെടുത്തു. അപ്പോഴേക്കാരൻ ഓടി വന്നു. എന്താ പോലെ അവള് പോയോ? എന്റെ പരിപാടി കഴിഞ്ഞു, വാ, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അശു സാധനം പിടിക്കാൻ പോയിട്ടുണ്ട്. ഞാനില്ലടാ. നീ ഒരുമാതിരി മറ്റേ വർത്തമാനം പറയത്. നീ പറഞ്ഞിട്ട് ഇത്രയും സെറ്റാക്കിയത്. എന്ത് പറഞ്ഞാലും ഞാനില്ല, വാ പോവാ. ജിയോ തിരിച്ച് വീട്ടിലെത്തി. അവളുടെ മുഖം അവന്റെ മനസ്സിൽ നിന്നും മായാതെ നിന്നു. അവളെ കുറിച്ച് തന്നെ ചിന്തിച്ചവമേലെ ഉറങ്ങി. അടുത്ത ദിവസം, എടാ നിനക്ക് അവളെ കാണാനാണെങ്കിൽ തന്നെ വന്നൂടെ? എന്നെ വിളിച്ചുകൊണ്ട് എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിന്റെ റിസർച്ചൊക്കെ തീർന്നു. എടാ അതൊരു റെഫറൻസിന് വേണ്ടിയായിരുന്നു. ഇനിയിപ്പോ ഇവിടെ നോക്കാനൊന്നുമില്ല. അതേ അവള് വരുന്നു. അവനകത്തേക്ക് പോയി. ഇന്നലത്തെ പോലെ തന്നെ അതേ ബുക്ക് എടുത്ത് അവളുടെ മുമ്പിൽ ചെന്ന് വായിക്കുന്ന പോലെ ഇരുന്നു. പിന്നെ എല്ലാ ദിവസവും തുടർന്നു. പതുക്കെ അവളുടെ വീടും ജോലി ചെയ്യുന്ന സ്ഥലമെല്ലാം മനസ്സിലാക്കി. ഒരാഴ്ചയ്ക്ക് ശേഷം, ഡാ ഇന്നവള് വരില്ലെന്ന് തോന്നുന്നു. നീ ആ നാക്കെടുത്ത് വളക്കാതെ. ദേടാ അവള് വരുന്നു. നടക്കട്ടെ. ആള് വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി അവരുടെ അടുത്തേക്ക് നടന്നു. എടാ അവള് നമ്മുടെ അടുത്തേക്കാണ് വന്നേ. ആണോ? അവൾ അവരുടെ അടുത്തെത്തി. ഹലോ ഹലോ, ഇയാളുടെ പേരെന്താ? ജിയോ. എന്താ ചോദിച്ചേ? താനെന്നെ ഫോളോ ചെയ്യുവാണോ? ഫോളോ ചെയ്യാനോ? അല്ലല്ലോ. പെൺകുട്ടി ചിരിച്ചുണ്ട്. ആഹാ, കള്ളം പറയാനറിയാലേ. ഞാനിവിടെ ലൈബ്രറിയിൽ വായിക്കാൻ വന്നാ. ഒരാഴ്ചയായിട്ട് നീ എന്നെ ഫോളോ ചെയ്യുക. നീ എല്ലാ ദിവസവും എല്ലാ ടേബിളും ഫ്രീ ആണെങ്കിലും കറക്റ്റായിട്ട് എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കും. നീ എന്നൊരു ബുക്ക് തന്നെയാണ് വായിക്കുന്നത്. അല്ല, വായിക്കുന്ന പോലെ അഭിനയിക്കുന്നത്. ആദ്യത്തെ ദിവസം പേജ് നമ്പർ 24, അടുത്ത ദിവസം പേജ് 12, അടുത്ത ദിവസം പേജ് 84. അതും പേജ് പോലും നോക്കാതെ 1 മണിക്കൂർ. എന്ന് ഞാൻ വരുമ്പോൾ നീ അകത്ത് കയറും, ഞാൻ പോകുമ്പോൾ നിന്റെ വായന തീരും. പിന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:45 ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ നീ അവിടെ വന്നു. മൊത്തം 57 മിനിറ്റ് ഞാനവിടെ ഉണ്ടായിരുന്നു. ആ 57 മിനിറ്റ് നീ അവിടെ ഉണ്ടായിരുന്നു. അത്രയും നേരം ഒന്നും മേടിക്കാതെ നീ എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ നീയും ഇറങ്ങി.
എൻ്റെ വീടിൻ്റെ അടുത്ത് ഓഫീസിൻ്റെ അടുത്ത് എല്ലാം ഒരാഴ്ചയായിട്ട് നിന്നെ കാണുന്നുണ്ട്. പാല് കുറച്ച് വിത്തൗട്ട് ഷുഗർ അല്ലേ? അപ്പോൾ എന്താ ഉദ്ദേശം? ഉദ്ദേശം അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. അതും പറഞ്ഞ അവൾ കാറിനടുത്തേക്ക് നടന്നു. ഏയ്, എൻ്റെ പേരെന്താ? അതറിഞ്ഞിട്ടെന്തിനാ വെറുതെ പറയുന്നേ? നിഷ. പേര് പറഞ്ഞ അവൾ ഒരു ചിരിയോടെ കാറിനുള്ളിലേക്ക് കയറി. നിഷ, 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 നല്ല പേര് അല്ലേടാ? എന്തോ അല്ല, നല്ല പേരല്ലേ എന്ന്. എന്നാ ഇന്റലിജന്റ് ആണല്ലേ അവൾ. കാര്യങ്ങൾ അവതരിപ്പിച്ച ആ രീതി കണ്ടോ, എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി. ഓവ എടാ, അവിടെ പുറകെ കിടന്ന് വെറുതെ ടൈം കളയണ്ട. അവളുടെ കുറെ ടൈമും കണക്കും കുറെ ഒബ്സർവേഷനും എനിക്കൊരു ചെവി ചേടിച്ചു. അവളെങ്ങാനും പ്രേമിക്കാൻ പോയാലേ പിന്നെ നിന്റെ എല്ലാ കള്ളത്തിനും കൈയോടെ വെക്കും. എടാ, അവൾ പറഞ്ഞൊക്കെ ഉള്ളതല്ലേ. ഓഹോ, അങ്ങനെ നീ അനുഭവിച്ചാലേ പഠിക്കും. എടാ, അവൾ ഉറക്കത്തിൽ നഗലിന്റെ ഉറക്കളക്കം നാഗവില്ല. ഒരു ഡോക്ടർ സണ്ണിയായിട്ട് ഞാൻ പറയുക, അവള് നമുക്ക് വേണ്ട മോനെ ദിനേശ. മോനെ, അവളുടെ വെളച്ചിലൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. അതിനവൾ നിന്നെ പ്രേമിച്ചാലല്ലേ? അതൊക്കെ പ്രേമിക്കും. അതെന്തോടെന്ന് എനിക്ക് ഇത്ര ഉറപ്പ്. എടാ, അവൾ എന്നോട് സംസാരിക്കുമ്പോഴുള്ള ആറ്റിറ്റ്യൂഡ് നീ ശ്രദ്ധിച്ചു. ഞാൻ ഫോളോ ചെയ്ത് എന്നറിഞ്ഞിട്ടും അവൾക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല. അതിനൊന്നുമില്ല. നാളെ ഇനി വന്നു. ഏയ്, ഇനി ലൈബ്രറിയിൽ നടക്കില്ല. പുതിയ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. പുതിയതെന്ത്? അതൊക്കെയുണ്ട്. വാ, ഒരു ചായ കുടിക്കാം. പാല് കുറച്ച് വിത്തൗട്ട് ഷുഗർ. ജിയോ തിരിച്ച് വീട്ടിലെത്തി. അമ്മേ, ഞാൻ ജോലിക്ക് പോയാലെന്ന് ആലോചിക്കുക. എന്താ അമ്മയുടെ അഭിപ്രായം? ആ കേട്ടൻ ജിയോ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. ജിയോ പുറകെ ഓടിച്ചെന്ന് അവിടെ വാപുത്തി. വീട്, നീ നിന്റെ വാപത്തുനിന്ന് കാക്ക മലർന്നു പറക്കുന്നുണ്ടെന്ന ഊള കോമഡി പറയാനില്ലടി. നീ പുറത്തു കൂടി അത് നിന്റെ കയ്യിൽ വെച്ചാൽ മതി കേട്ടോ. പിന്നെ തമാശയായിട്ടാ ചിരിക്കൂലേ? മോനെ, അവൾ അങ്ങനെയൊക്കെ പറയും. മോൻ കാര്യമാക്കണ്ട കേട്ടോ. മോൻ ഇന്റർവ്യൂവിന് പോയി കമ്പനിയും പെമ്പിള്ളേരെയൊക്കെ ഒന്ന് കണ്ടിട്ടിങ്ങ് പോര് കേട്ടോ. ഓഹോ, വീണ്ടും ഇൻസൾട്ട്. എന്നാ നോയിക്കോ, ഇനിയും ജോലി ഇട്ടിട്ടല്ലാതെ ഞാൻ ഈ വീട്ടിൽ കാലുകുത്തില്ല. ചേട്ടാ, ആവശ്യമില്ലാത്ത വെല്ലുവിളിയൊന്നും വേണ്ട. ടെറസ് പോയി കിടക്കേണ്ടി വരും. നീ പൊടി, ഞാൻ കാണിച്ചു തരാം. പറഞ്ഞൊന്നും മറന്നേക്കരുത്. ആവശ്യമില്ലാത്ത വെല്ലുവിളിക്കൊന്നും പോകണ്ടായിരുന്നു. ഈ വിളി തരമ്പാക്കും. ജിയോ റൂമിൽ പോയി ഫോൺ എടുത്തു. അളിയ, നിനക്ക് ഇക്കാഗ്നിറ്റോ സൊല്യൂഷനിൽ ആരെങ്കിലും അറിയാമോ? ഇല്ലല്ലോടാ. എന്ത്? ഇല്ലടാ, അവിടെ ഒരു ജോബിന് അപ്ലൈ ചെയ്യാനാ. എടാ, എൻ്റെ കമ്പനിയിൽ വേക്കൻസി ഉണ്ട്. നീ പോര്, നമുക്കിവിടെ പൊളിക്കാം. അങ്ങോട്ടൊന്നും ഞാനില്ല. നീ ഞാൻ ചോദിച്ച കാര്യം പറ. എനിക്ക് കാര്യം പരിചയമില്ല. നീ അവിടെ കരിയർ സൈറ്റിൽ വല്ല അപ്ലൈ ചെയ്യും. അതിനാണെങ്കിൽ എനിക്ക് നിന്നെ വിളിക്കണം. നിനക്ക് എന്താടാ ഇപ്പോൾ അവിടെ തന്നെ ജോലി വേണമെന്നൊരു നിർബന്ധം? അതൊക്കെ ഉണ്ട്. എന്നാ മോനൊരു കള്ളത്തരം. ഇയാൾ ഫോൺ ചെയ്. ഫോൺ കട്ട് ചെയ്ത് ജിയോ ബെഡിലേക്ക് കിടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.